ബോളിഞ്ചർ ബാൻഡ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രാക്ടിക്കലായിട്ടൊന്ന് കണ്ടു നോക്കാം. മെയിൻ ആയിട്ടുള്ള 3 ലൈനുകളാണ്. ലോവർ ബാൻഡ്, അപ്പർ ബാൻഡ് ആൻഡ് മിഡ് ബാൻഡ്. മിഡ് ലൈൻ എന്ന് പറയും. ലോവർ ബാൻഡില് പ്രൈസ് ആക്ഷൻ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൈസ് അപ്പിലേക്ക് പോകും. പ്രൈസ് ബാൻഡിന്ന് വിട്ടില് അപ്പിലേക്ക് പോകും. അതുപോലെ അപ്പർ ബാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും, സെല്ലിംഗ് ഡൗണിലേക്ക് വരും. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഈ മാർക്കറ്റ് ഈസ് ബുള്ളിഷ്. മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അത് കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചോ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ചെറുതായിട്ട് ബുള്ളിഷ് ആണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. ഇത് കണ്ടോ? ഇവിടെ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു, അപ് ട്രെൻഡിലേക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ലൈനെ ടച്ച് ചെയ്തു. ലൈനെ ടച്ച് ചെയ്തിട്ട് പിന്നെ അപ് ട്രെൻഡിലേക്ക് പോയി. ഇവിടെ ലൈനെ ടച്ച് ചെയ്തു, ഡൗണിലേക്ക് വന്നു, പിന്നെ അപ്പിലേക്ക്. പിന്നെ ഈ മിഡ് ലൈനിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഈ മിഡ് ലൈനിൽ വരുമ്പോൾ എന്താണ് പറ്റുന്നത്? മാർക്കറ്റ് സെന്റിമെന്റ് പിന്നെ സൈഡ് വേസ് സെന്റിമെന്റ്. ഇവിടെ ശ്രദ്ധിച്ചോ? മാർക്കറ്റ് ഒരു മീഡിയം സെന്റിമെന്റിലാണ്, സൈഡ് വേസ് ആണ് മിഡ് ലൈൻ വരുമ്പോൾ. അതാണ് മെയിൻ ആയിട്ടുള്ള ബോളിഞ്ചർ ബാൻഡ്. ഇത് കുറച്ചും കൂടി ബാക്കി RSIയും മാഗ്നേക്കാരും കുറച്ചും കൂടി സിമ്പിളും കുറച്ച് ആക്യുറേറ്റും ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്റർ ആണ് ബോളിഞ്ചർ ബാൻഡ്. അതുകൊണ്ട് മിക്കവരും ഈ ബോളിഞ്ചർ ബാൻഡിനെയാണ് യൂസ് ചെയ്യുന്ന. സാധാരണ ട്രേഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബോളിഞ്ചർ ബാൻഡ് ആണ് കൂടുതലായിട്ടും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലാണെങ്കിൽ ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് താഴത്ത് വരുന്ന പക്ഷെ ഇല്ല, ഈ ലൈനിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിട്ട് ഇത് കണ്ടോ? ഇവിടെ ഇതിന്റെ ഇത്രയും ഭാഗത്ത് വിട്ട് കണ്ടോ? അത് അതിന്റെ എന്താ പറയാ, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ നമുക്ക് വിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിട്ട് കൂടുമ്പോൾ മാർക്കറ്റ് വോളറ്റൈൽ ആവും. ബുള്ളിഷ് നല്ല സിഗ്നൽ മാർക്കറ്റ് വോളറ്റൈൽ ആവും. ബോളിഞ്ചർ ബാൻഡ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഒരു ഇൻഡിക്കേറ്റർ ടൂളാണ്. മെയിനായിട്ടും വിഷ്വൽ അനാലിസിസിന് വേണ്ടി ജോൺ ബോളിഞ്ചർ എന്ന് പറഞ്ഞ ആളാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അത് അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ്, ടാഗ് ഓഫ് ലോവർ ബോളിഞ്ചർ ബാൻഡ് ഈസ് അതൊരു ബൈ സിഗ്നൽ അല്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടൗണിലെ ആളുകൾ മേടിക്കും, പക്ഷെ ഒരു ബൈ സിഗ്നൽ അല്ല, വേറെ സിഗ്നൽ കൂടി നമ്മൾ നോക്കണം. അപ്പർ ബാൻഡും ഒരു സെൽ സിഗ്നൽ അല്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സിമ്പിൾ SMA, സിമ്പിൾ മൂവിങ് ആവറേജ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പറഞ്ഞാൽ മാർക്കറ്റിന്റെ ആ മിഡിൽ പാർട്ടിൽ വന്നപ്പോൾ മാർക്കറ്റ് വോളറ്റൈൽ ആവത്തില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കി ഓവറായിട്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനില്ല. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ.